നമ്മുടെ ആലിമീങ്ങൾ ഉസ്താദന്മാർ എല്ലാവർക്കും അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനേ. സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, ഉലമാക്കൾ, ഉമറാക്കൾ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. എല്ലാ സന്തോഷങ്ങളും നൽകണേ അല്ലാഹ്. ഇതാണ് നല്ലതാണ് ഉസ്താദന്മാരെല്ലാം ബഹുമാനിക്കാൻ. ബഹുമാനം എപ്പോഴും നല്ലതാണ്. നാട്ടിലുള്ള ഉസ്താദന്മാരോ പുറത്തുള്ള ആളുകളോ ആരെയും നമ്മൾ ബഹുമാനിക്കണം. ബഹുമാനം കുറച്ച് കാണാൻ പാടില്ല. ഒരു ചക്കം വിളിച്ചു മുക്കരിക്കാനിടെ ഒരു കിടാവ് ചെന്നത് അസ്സലാമു അലൈക്കും. ഈ ഭാഗത്തിലും മംഗലാരം ഭാഗത്തിലും വീടുണ്ടെന്നറിയില്ല. ഒരു ഉസ്താദ് വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും ഉണ്ടോ? അങ്ങനെ ഉണ്ടോ മക്കളെ? ഉണ്ട്. അതാ അസ്സലാമു അലൈക്കും. അങ്ങനെ നല്ല സലാം പറയണ്ട. ഇതുണ്ട്. അപ്പൊ ഉപ്പ പറഞ്ഞു കൊടുക്കുന്നത് എന്തല്ല എന്തല്ല അതിൽ ഉസ്താദല്ല, പിന്നെ അതിൽ മുക്കുരിക്കല. എങ്ങനെ മുക്കുരിക്കാന്ന് വിളി ഉസ്താദ് ബാപ്പ പറഞ്ഞു കൊടുക്കണം. ഉസ്താദ് എന്ന് വിളിക്കാൻ, ബഹുമാനിക്കാൻ. ഇത് ഉപ്പ പഠിപ്പിച്ചു കൊടുക്കുന്ന അയാൾ ഉസ്തല്ല, അയാൾ മുക്കുരിക്കല. അങ്ങനെ ഉണ്ടല്ലോ ആളുകൾ. മുക്കരിക്കാട് എന്റെ കണ്ണ് കാണില്ല, പല കാണുന്നില്ല. എന്ത് എപ്പോ ചൊല്ലണ ഔദിൽ കാണില്ല. കാട്ട നിന്റെ കൈ എന്താ പൊഴിഞ്ഞില്ല. കാട്ട കണ്ടങ്ങനെ പറക്കിങ്ങോ ആവാലോ. നല്ലതാണ്, ബറക്കത്താണ്. മുക്കരിക്കാൻ എന്ത് ചൊല്ലി തന്നിട്ടില്ല. ഞാൻ ഗുർത്തണ്ടില്ല മുക്കരിക്കാൻ. ഇതിന് പോയപ്പോ നിങ്ങൾ ഉസ്താദിന്റെ ചെന്നുറാനാ നേട്ട നേല പഠിപ്പിക്കാൻ നിൽക്കണ്ട. അള്ളാഹു അനുഗ്രഹിക്കണേ റഹ്മാനെ. ബഹുമാനിക്കണം. ബാങ്ക് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ്. പള്ളിയിലെ മുഅദ്ദിൻമാർ അല്ലാഹുവിന്റെ ലിഖാഇന് വേണ്ടി അവർ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ ഈ വിളിക്കുന്ന വിളിയേക്കാളും ഈ വാദല്ല വലുത്. നിങ്ങളുടെ നിസ്കാരത്തിന് വേണ്ടി ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് ഇത് വിളിക്കുന്ന ആളുകളാണ് ഏറ്റവും നല്ല വിളിയാളന്മാർ. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാഹ്. രാത്രി കടന്നുറങ്ങുമ്പോ ദിക്ർ ചൊല്ലിയിട്ട് wudu ചെയ്തിട്ട് കടന്നുറങ്ങലാണ്. ബൊബ്ബെട്ടേക്ക് പോകുമ്പോ കാറിൽ പിടിച്ച പോയിട്ടുണ്ട് അറിയത് ബൊബ്ബെട്ട്. അല്ലാഹു പൂർണ്ണമായ ശിഫ നൽകണേ അല്ലാഹ്. രാത്രി കടന്നുറങ്ങുമ്പോ നല്ലവണ്ണം ദിക്റുകൾ ചൊല്ലുന്നവരാകണം. വളോടെ കിടന്നുറങ്ങണം. രാത്രി വളോടെ കിടന്നുറങ്ങിയത് 7-8 മണിക്കൂർ ഒരു സാമാന്യ ഹബീബ് തങ്ങളുടെ ഫുഡ്. പിന്നെ ചിലപ്പോ രാത്രി കടന്നുറങ്ങുമ്പോ ഒരു ഗ്ലാസ് പാല് കുടിക്കുമായിരുന്നു ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഗസ്റ്റ് വീട്ടിലേക്ക് വന്നാൽ മുസ്ലിമായ മനുഷ്യൻ നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് വീട്ടിലേക്ക് ഗസ്റ്റ് വന്നാൽ കൊടുക്കേണ്ടത് എന്താണ്? ആദ്യം അവർക്ക് കൊടുക്കേണ്ടത് എന്താണ്? ഗസ്റ്റൊക്കെ വന്നാൽ എന്തെങ്കിലും കൊടുക്കണ്ടേ കുടിക്കാൻ? ചില പെണ്ണുങ്ങൾ കൊടുക്കല. എല്ലാം കേൾക്കും. നിന്റെ മൂത്തോണുള്ള ഓന്റെ അപ്പുള്ള ഓന്റെ എല്ലാം ലണ്ടനിലുള്ള അവള് വന്നിട്ടുള്ള എല്ലാ കൈന്റെ അരകണ്ട പഞ്ചാതികളിലാക്കിയിട്ട് മങ്ങില്ല ഒക്കെ പെണ്ണ് ചന്തമുള്ള ഒക്കെ വാട്സാപ്പിലെ ഫോട്ടോ എന്തെങ്കിലും കാട്ടു നോക്കാം. എല്ലായിട്ടും ലാസ്റ്റ് പോയിട്ട് ഗേറ്റോടെ എത്തുമ്പോ ഇതല്ല നിക്ക് സർബത്ത് വേണ്ടേ, നിക്ക് നന്ന് മങ്ങലത്ത് വരില്ല, സർബത്താക്കട്ട വേണ്ട വേണ്ട അരകണ്ട പഞ്ചാതിക തൊണ്ട ഉണങ്ങിയിട്ട് എന്തില്ല പഞ്ചാതികാക്കിട്ട് കുടിക്കും. അങ്ങനെയല്ല, ഗസ്റ്റുകൾക്ക് ആദ്യം വന്നാൽ കുടിക്കാൻ കൊടുക്കണം. അതാണ് സമ്പ്രദായം. നമ്മുടെ കുടുംബങ്ങൾ വരുമ്പോ നമ്മൾ അവർക്ക് കുടിക്കാൻ കൊടുക്കണം. നബി തങ്ങളോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് കുടിക്കാൻ എന്ത് കൊടുക്കണം? റസൂലുള്ള പറഞ്ഞു, അല്ലബനു വത്തംറു കൊടുക്കാൻ ഏറ്റവും നല്ലത് പാലാണ്. പാലും ഈത്തപ്പഴവുമാണ്, കാരക്കയാണ് ഏറ്റവും നല്ലത്. ആളുകൾക്ക് കുടിക്കാൻ കൊടുക്കാൻ ഏറ്റവും നല്ലത് പാലും ഈത്തപ്പഴവുമാണ്. അല്ലേ? ചില ആൾ കേൾക്കുന്ന അവക്കൊടുക്ക് എന്ത് പാല് വെച്ചാക്കറിയാം, പിന്നെന്ത് കള്ള് വെച്ചാക്കാൻ പറ്റുമോ? പോരെ പാലല്ലാതെ മറ്റൊന്ന് ചൂടാക്കാനാണ് ഏറ്റവും നല്ല ഭക്ഷണം പാലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം അതിന്റെ കൂടെ നല്ലതാണ്.
അതുപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈത്തപ്പഴവും കക്കരിക്കയും ഒന്നിച്ചു കഴിക്കൽ നല്ലതാണ്. ഈത്തപ്പഴവും കക്കരിക്ക എന്താണ്? കെക്കൊരിങ്ങയാണ്. കെക്കൊരികയും ഈത്തപ്പഴവും നല്ലതാണ്. കഫം കലങ്ങിപ്പോകാൻ, ബ്ലഡ് ശരിയായിട്ട് സഞ്ചാരം നടത്താൻ നല്ലതാണ്. അങ്ങനെയുള്ള വസ്തുക്കൾ ജീവിതത്തിൽ കഴിച്ചിട്ട് ആരോഗ്യവാന്മാരാകണം. രാത്രിയുടെ ഭക്ഷണം മഗ്‌രിബിന് മുമ്പ്, അതല്ലെങ്കിൽ മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഇശാ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ഭക്ഷണം കഴിക്കുന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടേ കിടക്കാൻ പാടുള്ളൂ. അത് ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മുടെ ആഫിയത്തിന് നല്ലതാണ്. നിങ്ങൾ അല്ലാഹുവിനോട് ആരോഗ്യം ചോദിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരോഗ്യമുള്ള ആള് അല്ലാഹുവിന് ഇഷ്ടമാണ്. ധാരാളം വെള്ളം കുടിക്കണം. 2 ലിറ്ററോ 3 ലിറ്ററോ വെള്ളം കുടിക്കുന്നവരാകണം. വെള്ളം ധാരാളം കുടിക്കുന്നത് നല്ലതാണ്, ആമാശയത്തിന് നല്ലതാണ്. മുസ്ലിം ധാരാളം വെള്ളം കുടിക്കണം. കുടിക്കുന്ന വെള്ളം ഇരുന്ന് കൊണ്ട് കുടിക്കണം. കുടിക്കുമ്പോൾ മുക്കളായിട്ട് കുടിക്കണം. ശ്വാസം ഇടയ്ക്കിടയ്ക്ക് വിട്ടുകൊണ്ട് വെള്ളം കുടിക്കുന്നവരാകണം. കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയുള്ളതെങ്ങാനും കളഞ്ഞുപോയാൽ വിട്ടുമാറാത്ത നടുവേദന, വിട്ടുമാറാത്ത കാലുവേദന, വിട്ടുമാറാത്ത കൈകാല് കടച്ചിൽ. ഒരു മനുഷ്യൻ ഭൂമിയുടെ രക്തമാണ് വെള്ളം. വെള്ളം ഭൂമിയുടെ രക്തമാണ്. ഈ വെള്ളം ഇറക്കുന്നവൻ അല്ലാഹുവാ. ഈ വെള്ളം അനാവശ്യമായി ചെലവഴിച്ചാൽ ലിറ്റർ കണക്കിന് വെള്ളം നീ അനാവശ്യമായി ചെലവഴിക്കുമ്പോ ഈ ചെലവഴിക്കുന്നത് നിന്റെ നാട് ഞരമ്പുകൾ തഴഞ്ഞു പോകാൻ, രോഗങ്ങൾ വരാ, മുട്ടുവേദന വരാ, നടുവേദന വരാ, കൈകാല് കടച്ചിൽ വരാ, അത് കാരണമാകുന്നു. വെള്ളം ഇസ്രാഫ് ചെയ്യാൻ പാടില്ല. മുസ്ലിമിന്റെ വളരെ വലിയ മുസീബത്താണ് ഭക്ഷണം എറിയുക, ഫുഡുകൾ വലിച്ചെറിയുക, വെള്ളം ഇസ്രാഫ് ചെയ്യുക. കല്യാണത്തിന്റെ ഹാളുകളിൽ എത്ര ഭക്ഷണങ്ങളാണ്, മൊയിലാഞ്ചിയുടെ വീട്ടുകളിൽ എത്ര ഭക്ഷണങ്ങളാണ്, ഫംഗ്ഷൻ ദിവസങ്ങളിൽ എത്ര ഭക്ഷണങ്ങളാണ്. എറിയുന്ന ഓരോ വറ്റില്ലയും ഓരോ അരിയും അല്ലാഹുവിനോട് നമ്മൾ ഉത്തരം പറയേണ്ടവരാണ്. റബ്ബിന്റെ മുമ്പിലെത്തുമ്പോ അല്ലാഹു ബഹുമാനിച്ച ഭക്ഷണമില്ലയോ, അല്ലാഹു ആദരിച്ച റിസ്കില്ലയോ? ഇത് വലിച്ചെറിയുന്നവർക്ക് വിട്ടുമാറാത്ത രോഗമാണ്. ഭക്ഷണം എറിയുന്ന ആളുകൾക്ക് അല്ലാഹു മാരക രോഗം വരാൻ ഒക്കെയുണ്ട്. ഏത് ടെസ്റ്റ് ചെയ്തപ്പോ സീക്കില്ല, ഒന്നിനും സീക്കില്ല. പക്ഷേ ഇവൻക്കാണെങ്കിൽ സുഖമില്ല. എന്താ കാരണം എന്നറിയോ? ഇസ്റാഫ് ചെയ്യുന്ന ആളുകൾക്ക് മാരക രോഗമാണ്. മന്നക്കലമായ നിലത്ത് വീണ ഭക്ഷണം പെറുക്കിയെടുത്ത് തിന്നാൽ വിശാലതയുള്ള ജീവിതം അവരുണ്ട്. അവനിക്ക് ആരോഗ്യമുണ്ട്, അവന്റെ ജീവിതത്തിൽ ബറക്കത്തുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളായ ഉമ്മമാരെ, സഹോദരന്മാരെ, ഭക്ഷണം ഇസ്റാഫ് ചെയ്യാൻ പാടില്ല. ഭക്ഷണത്തിന് ഫോട്ടോ എടുക്കുമ്പോ ഭക്ഷണത്തിന്റെ ബറക്കത്ത് നഷ്ടപ്പെടുകയാണ്. എന്റെ അടുക്ക് ഒരു ഹോട്ടലിൽ പോയി, കോളേജ് സ്റ്റുഡൻസ് അപ്പുറത്തുണ്ട്, എല്ലാം ഉണ്ട്, നല്ല ടിക്കയും അൽഫാം എല്ലാം സുടുകാട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് ബാലക്കാർ ആൾക്കാരിഞ്ഞോളൂ അരന്തരേ ദാ എല്ലാം കറക്റ്റ് വെക്ക്, തൊടണ്ട, തിണ്ടില്ലെങ്കോ കറക്റ്റ് എടുത്തിട്ട് സ്റ്റേറ്റസ് ഇടണം. അങ്കല ചതിയാവണം. ആർക്ക് സ്റ്റാറ്റസ് നോക്കുന്നവർക്കെല്ലാം ഈ അൽഫാമിനെ നോക്കിയിട്ട് ചതിയാവണം. ആർക്ക്? ഓൻ തിന്നാനല്ല ഇത്ര ചെലവിട്ടിട്ട് പോയത് അല്ലെ? ആരെങ്കിലും സ്റ്റാറ്റസ് ബീഫ് ഇട്ടെങ്കിൽ ഓൻ പിന്നെ മട്ടണ, ഇടിമ മട്ടൻ, അറബി എന്താ ഓടെങ്കിലും എടുത്ത ഫോട്ടോ സ്റ്റാറ്റസിലിട്ട് ഇടുന്നു ചില ആളുകൾക്കെല്ലാം.
ഒരു ജാതി അല്ലേ, ഒരു ജാതി സ്റ്റേറ്റസിന്റെ വിരാന്ത മനുഷ്യന്മാർക്കല്ലേ എന്തെല്ലാം പരസ്പരം കുത്തുവാക്കുകളും കുടുംബത്തിലും ഫാമിലിയിലും ഗലാട്ട്. ഒരുത്തന്റെ സ്റ്റേറ്റസ് നോക്കി അറിയുന്നു കൊന്തവരങ്ങളെ ഫാമിലി എന്തെല്ലാം ഗലാട്ട ഉണ്ട്. എല്ലാ സബ്ജക്റ്റും ഉണ്ട്, എല്ലാ സബ്ജക്റ്റും ഓരോരോ സബ്ജക്ട്. അപ്പൊ കൊന്തവർ ഇങ്ങനെ ഫാമിലി ഇങ്ങനത്തെ പ്രശ്ന പ്രോബ്ലം എല്ലാം ഉണ്ട്. അല്ലാഹുവേ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ പ്രശ്നങ്ങളും പറയേണ്ടത് അല്ലാഹുവിനോടാണ്, എല്ലാ വിഷമങ്ങളും പറയേണ്ടത് റബ്ബിനോടാണ്. അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്, അല്ലാഹുവിനോട് പറയേണ്ടത് എല്ലവും ജനങ്ങൾക്ക് അറിയിക്കുക. രാവിലെ എണിച്ചു നോക്കുമ്പോ കാണാ സ്റ്റാറ്റസ് ഫീലിംഗ് മൂഡ് ഓഫ്, ഓന്റെ ഒടുക്കത്തിന്റെ ഓഫ്. ഇത് എപ്പോഴാകും ഓന്റെ മൂഡ് ഓഫ്? ഈ രൂപത്തിലല്ല എല്ലാ ഓഫും എല്ലാ ഫീലിംഗും പടച്ച റബ്ബിനോട് വിളിച്ചു പറയാനുള്ളതാണ്, അല്ലാഹുവിനോട് വിളിച്ചു പറയാനുള്ളതാണ്, റബ്ബിനോട് വിളിച്ചു പറയാനുള്ളതാണ്. ചെറുപ്പക്കാരുടെ ലവ് പൊട്ടിയ സ്റ്റേറ്റസിൽ അറിയാം, പുതിയ ലവ് തുടങ്ങിയാലും സ്റ്റേറ്റസിൽ അറിയാം, അതല്ല ഒരു കൈ വിട്ടു പോയാലും സ്റ്റേറ്റസിൽ അറിയാം, നമ്പർ ചേഞ്ച് ആക്കിയാലും സ്റ്റേറ്റസിൽ അറിയാം. ആരോടും ഒന്നും ചോദിക്കേണ്ടതില്ല, എല്ലാവരും സ്റ്റേറ്റസ് നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ദയനീയ അവസ്ഥകളാണ്. മുഅ്മിനീങ്ങളെ, തെറ്റുകൾ കാണുന്ന, ഹറാമുകൾ കാണുന്ന, മ്യൂസിക്, പാട്ടുകൾ, ഡാൻസുകൾ, ഇതെല്ലാം ആളുകൾ കാണുമ്പോ, നൂറാളുകളും 200-300 കാണുമ്പോ നീ സന്തോഷിക്കേണ്ടതില്ല. കണ്ട ഹറാമുകൾക്ക്, കണ്ട സിനിമകൾക്ക്, കണ്ട തെറ്റുകൾക്ക് എല്ലാം നിന്റെ അക്കൗണ്ടിലേക്ക് ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു നിന്നെ സൂക്ഷ്മമായി വീക്ഷിക്കുന്നുണ്ട്. നീ പച്ചയായ ഹറാമ് സ്റ്റാറ്റസിലിട്ടപ്പോ, തുള്ളിച്ചാടുന്ന പാട്ടുകൾ ഇട്ടപ്പോ, സിനിമാ നടികളുടെ ഫോട്ടോസുകൾ ഇട്ടപ്പോ ഇതെത്ര ആളുകൾ കണ്ടു, എത്ര ആളുകൾ കമന്റ്സ് അടിച്ചു, എത്ര ആളുകൾ ഇതിനെ കണ്ടാസ്വദിച്ചു. ഇതെല്ലാത്തിനും പടച്ച റബ്ബിനോട് ഉത്തരം പറയേണ്ടവരാണ്. ഇത് യതലഖൽ മുതലഖിയാ اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد. എല്ലാം വീക്ഷിക്കുന്ന പടച്ച റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയില്ലേ, അവനെല്ലാം കാണുകയാണ്, അവനെല്ലാം അറിയുന്നുണ്ട്. അല്ലാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പടച്ച റബ്ബിനോട് ടിക്ടോക്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്കുകൾ ചോദിച്ച് കരഞ്ഞവരില്ലയോ, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്കുകൾ എരന്ന് വാങ്ങുന്നവരില്ലയോ? നിന്റെ സൗന്ദര്യമാർന്ന മുഖം തുറന്നിട്ടിട്ട് എല്ലാം വീഡിയോസുകളാക്കി ടിക്ടോക്കിൽ കയറ്റിയിട്ട്, ഫുഡ് കടിക്കുന്നത് ടിക്ടോക്കില്, ബാത്റൂമിൽ പോകുന്നത് ടിക്ടോക്കില്, എല്ലാം നീ തിന്മകളുടെ പ്രചാരകരാവുകയാണോ? അതെല്ലാത്തിന്റെയും കുറ്റം പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ ഏറ്റെടുക്കേണ്ടവരാണ്. ആയിരക്കണക്കിന് ആളുകൾ അത് കണ്ടാൽ, അവർ ലൈക്ക് അടിച്ചാൽ, അവർ നിന്നെ ഫോളോ ചെയ്താൽ, അവർ നിനക്ക് സപ്പോർട്ട് ചെയ്താൽ, എല്ലാത്തിനും പടച്ച റബ്ബിനോട് ഉത്തരം പറയേണ്ടവരാണ് നമ്മളെല്ലാം. അല്ലാഹുവേ, നന്മകൾ ധാരാളം ചെയ്യാൻ, ധാരാളം തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്നിട്ട് അല്ലാഹുവിലേക്ക് അടിക്കാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. രാത്രി പെട്ടെന്ന് കടന്നുറങ്ങണം, രാവിലെ സുബഹിക്കുമെന്ന് ഉറക്കിൽ നിന്ന് ഉണരുന്നവരാകണം. സ്വർഗത്തിൽ നിന്നുള്ളൊരു ഒരു കാറ്റടിച്ച് വീശുന്നുണ്ട്. തഹജ്ജുദിന്റെ നേരത്താണത്. അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന കൂട്ടരുണ്ട്. രണ്ട് കൂട്ടി ചിരിച്ചോളി, ക്യാമറ വരും, നിങ്ങളെ എതിർക്കല്ല അല്ലെ? ഗൾഫിലുള്ളവരെല്ലാം കാണുന്നതാണ്. എന്റെ അടുത്തൊരു ലൈവിൽ ഒരുത്തന് ലൈവുകാരോട് പറഞ്ഞു, എന്റെ അബ്ബ ഉണ്ടോ, അബ്ബരെ സമ കാട്ടറും. ഈ ലൈവിന്റെ ഓർക്ക് അറിയുന്ന ഓന്റെ അബ്ബാരെയും ഓ ഫോട്ടോ അയച്ചങ്ങ വേണ്ട, അവിടെ ഉണ്ട്, ഇന്ന പ്ലേസിലുണ്ട്. ഒരു അല്ലേ, ഗൾഫിലൊക്കെ ഉള്ളവർക്ക് വേണ്ടിയാണ് ലൈവ് ഉണ്ടാക്കിയത്. അല്ലാഹു തആല ലൈവിൽ കാണുന്ന എല്ലാവർക്കും അല്ലാഹുവിനെ ഖൈറും ബറക്കത്തും റഹ്മത്തൊക്കെ ചെയ്യണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ ദുആയിൽ കൂട്ടിക്കോളി എന്നൊക്കെ പറയലുണ്ട്. അല്ലാഹു എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാഹ്.
രാവിലെ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് ഉണരണം. രണ്ട് കൂട്ടർക്ക് അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആയുണ്ട്. ഒന്ന് ഇശാ നിസ്കാരം, അർത്ഥന്നല്ലേ ചേഞ്ച് ആക്കണ്ടല്ലോ. രണ്ട് കൂട്ടർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ ഉണ്ട്. നിങ്ങൾ സ്വീകരിക്കുമെങ്കിൽ ചെല്ലില്ല, വേറെ സബ്ജക്റ്റ് ചെല്ല കേക്കുവാറാ ബസമർ ബേയാട്ട് നിന്നെ കേട്ടില്ലെങ്കിൽ പേട്ട് പാലക്കാർ നാലായിട്ടോ കേക്കുവാ പാലക്കാർ നിങ്ങ മക്ക പാലക്കാർ അള്ളാഹു നമ്മുടെ മക്കൾ നല്ല ഇൻട്രസ്റ്റ് കേൾക്കുന്നു. മക്കൾക്ക് അള്ളാഹു തആല ഖൈറും ബറക്കത്തും റഹ്മത്തൊക്കെ ചെയ്യട്ടെ. ചെറുപ്പക്കാർ സ്വീകരിക്കോ? എന്തൊരു ഇൻട്രസ്റ്റ്, എന്നോടൊന്ന് ബേജാറുണ്ട്. ഞാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്, ഫസ്റ്റ് വന്ന് എന്താ ആരെ പറഞ്ഞിട്ട് എന്ത് പോയിട്ടില്ല. പറയുന്നതിനോട് ലാസ്റ്റ് പറയാം, കുറച്ച് കഴിയട്ടെ സബറാക്കി അല്ലേ. ഒരിക്കൽ വിളിച്ചങ്ങനെ ഇഷ്ടം വിളിക്കങ്ങാല അങ്ങനെ എന്താ പറഞ്ഞിട്ട് പോണം. അതങ്ങനെ ഫസ്റ്റ് ഖത്തീബ് ഉസ്താദ്മാർ നിക്കാൻ വന്നപ്പോ കമ്മിറ്റിക്കാർ ഉസ്താദ് ഇവിടെ നല്ല നാട്, ഇങ്ങനത്തെ ജമാഅത്ത് ഇവിടെ ആസുവാസിലോട് ഇങ്ങനത്തെ പള്ളി എന്ത് റകളില്ല, ഒരു കിരികിരിയില്ല, ആരും നിങ്ങൾ ബിസി എത്തുകയില്ല ഒക്കെ. പിന്നെ എന്ത് പേടിക്കണ്ടില്ല, ഇവിടെ നിണ്ടെങ്ങ അജ്ജാ കണ്ടുപോയിട്ടില്ല. ഇവിടെ പറഞ്ഞ ഉസ്താദ്മാർക്ക് ഉംറയങ്ങ ആഗ്രഹങ്ങ, പിന്നെ ഇവിടെ പറഞ്ഞ എല്ലാ ഉസ്താദ്മാർക്കും അവ കെട്ടാണ്ടാറ് പോയിട്ടില്ല. പിന്നെ ഗാഡി ബർമ്മത്ത് ബൈക്കിന് പോകുമ്പോ ബുൾഡോസറിൽ കൊണ്ട് അത്ര ഉസാർ ഇവിടെ വന്നെങ്കിൽ 6 ബെർത്തായിട്ട് നേരുസ്താദ് ഈ പള്ളിക്ക് എന്തോ ഒരു ബർക്കത്ത്. ഇതെല്ലാം എന്ത് ആഡ് ശമ്പള കുറക്കുള്ള ഐഡിയ ഇതെല്ലാം ചെല്ലിട്ട് ഇങ്ങനെ ലാസാക്കിട്ട് ലാസ്റ്റ് ബുൾഡോസറിൽ എന്തില്ല ഉള്ള ബൈക്കിനെ വെത്തിട്ട് പോന്നെ ലാസ്റ്റ് പോകുമ്പോ രായത്തങ്ങത്തോരേ കമന്റ് കൂടെ ಬಂದಂಗ 6 പേർത്തായിട്ടില്ല. ഞാനൊരു ഉസ്താദ് നോക്കോ കൂടെ വന്നിട്ട് എന്ത് പേർത്തായിട്ടില്ല. അവിടെ അങ്ങോട്ട് ടൗണില് വലിയ വലിയ ബിൽഡിംഗ് എല്ലാം ബന്ധുണ്ട്. നാ ബന്ധൽ പിന്നെ എല്ലാം നല്ല നക്കെന്തായിട്ടില്ല, അങ്ങനെ ആക്കാൻ പാടില്ല. എല്ലാം ഉസ്താദ് കൂടെ നല്ല പാവത്തങ്ങ ലാസ്റ്റ് അതെല്ലാം ആയിട്ട് ഫസ്റ്റ് അല്ല. പിന്നെ കൂടെല്ലാം ബീഡി കെട്ടിറങ്ങ ഉസ്താദ് നിങ്ങൾ ചെഷ്ടാക്കോറും. പിന്നെ നോക്കൂ ആർത്തികൾ പോട്ട് പിന്നെ വേണമെങ്കിൽ ശമ്പളം കൂട്ടാൻ. എല്ലാ കമ്മിറ്റിക്കാർക്കും ഒരേ ഐഡിയ. ഒരു കോയ ഉസ്താദ് ഒരാളുണ്ട്, കോയ ഉസ്താദ് അയാൾ കേട്ടി കമ്മിറ്റി ഐഡിയ ചൊന്ന് കൊടുത്ത് ഉസ്താദ് അതുകൊണ്ട് പിടിക്കണോന്ന്. എന്ത് കേരളത്തിൽ അഞ്ഞു പോയെങ്കിൽ കഴിഞ്ഞ ദക്ഷിണ കന്നഡ ജില്ലയിൽ എല്ലാ കമ്മിറ്റിക്കും ഒരേ മാറ്റർ. ഈ മാറ്റർ ചൊന്ന് കൊടുത്ത ആളാറ് കമ്മിറ്റിക്കാരെ പറഞ്ഞല്ലോ, നല്ല കമ്മിറ്റിക്കാർ അല്ലാഹു ബർക്കത്താകട്ടെ. പിന്നെ എല്ലാവർക്കും ഒരേ മാറ്റർ. ഇവിടെ പാവത്തെങ്ങ ഉസ്താദ് ഇവിടെ എന്തെല്ലാം പാവത്തെങ്ങ നിങ്ങൾ അഡ്ജസ്റ്റ് ആക്കി നിക്കറു. പിന്നെ ഇവിടെ എന്ത് കിരികിരിയില്ല. പിന്നെ ഇവിടെ വന്നെങ്കെല്ലാം വാരി ഉസാറായിടാറ്, എന്ത് തൊന്തരയില്ല. ഈ എല്ലാ ജമാഅത്ത് ഒരേ കാസറ്റ്, എല്ലാം ഒരേ കാസറ്റ്. നമുക്കിനെല്ലാം പാടായത് പോയിട്ട് എല്ലാം പാടാന്നല്ല. കൊറേ ഫസ്റ്റ് നിക്കുമ്പോ നാ വിചാരിച്ചു നോക്ക ഇത്ര നല്ല റായം അവിടെ വിട്ടു പോകല് ഇവിടെ ഖബറാക്കരുത്. നിണ്ട് നോക്കുമ്പല്ലേ ഇവിടെ എന്ത് കിരികിരി ഇല്ല ശരി. ഓനെ വലിയ കിരികിരി ഓന്റെ റകളെ ലാസ്റ്റ് പോന്ന് അല്ലേ. ഫസ്റ്റ് വന്ന പുസ്തകത്ത് കൈ പിടിച്ചിട്ട് മുത്തുന്ന ഈ മുത്തി ഓന്നെ മുസീബത്ത് ലാസ്റ്റ് ഓന്നെ വായിക്കുന്നത് അല്ലേ. അല്ലാഹു നീ ബർക്കത്താക്കണേ. ഉസ്താദന്മാരൊക്കെ ബഹുമാനിക്കണം. മുഅല്ലിമീങ്ങൾ റമളാനിലൊക്കെ നിങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോ, റമളാനിലൊക്കെ അവർക്ക് ജോലിയൊന്നും ഇല്ലെങ്കിലും റമളാനിലെല്ലാം വരുമ്പോ മുസല്ലക്ക് 10 രൂപ എറിഞ്ഞിട്ട് പോകുന്നല്ല, ഉസ്താദന്മാരെ കണ്ടിട്ട് നല്ല റാഹത്താക്കിയിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരാണ്. നല്ല രൂപത്തിൽ ഉസ്താദന്മാരൊക്കെ കാണണം. പിന്നെ റബീഉൽ അവ്വൽ പ്രൈസ് എല്ലാം കൊടുക്കുമ്പോൾ 1 പ്രൈസ് കൊടുക്കാതിരിക്കണം ഉസ്താദന്മാർക്ക്. ഇല്ലെങ്കിൽ 400 രൂപന്റെ ഡിന്നർ സെറ്റ് ഇതിന്റെ റേറ്റ് ഭരിക്കുന്നത് റേറ്റ് ഭരിച്ചിട്ട് ഉസ്താദന്മാർ കുറവില്ല നെറ്റ് നോക്കാറ് ഇത് റേറ്റ് എത്ര. ഈ 400 രൂപ പ്ലേറ്റ് സെറ്റ് എടുത്തിട്ട് 10 ആള് പ്രസിഡന്റ്, അധ്യക്ഷ, എൻഗവൻസ് അധ്യക്ഷ, ഇതിന്റെ സെക്രട്ടറി, അല്ലാഹു അക്ബർ ഇതെന്തൊരു പോത്തിന് അറക്കുന്നത്. ഈ 400 രൂപന്റെ പ്ലേറ്റിന്റെ സെറ്റ് കൊടുക്കാൻ തക്ബീറെല്ലാം കൂട്ടിയിട്ട് കൊടുക്കണ്ടെന്നല്ല, റൂമിൽ കൊണ്ടിട്ട് വെക്കി 1000 രൂപന്റെ 2000 രൂപന്റെ നല്ല സെറ്റാ, ഫാന, നല്ല ഫ്രിഡ്ജാ, വാഷിംഗ് മെഷീൻ ഇതെല്ലാം കൊടുക്ക. ആറാമെന്തല്ല ഉസ്താദുമാർക്ക് കൊടുക്ക നല്ല നല്ലത് കൊടുക്ക്. ഇല്ലെങ്കിൽ കൊടുക്കണ്ട, ഇല്ലെങ്കിൽ ചെറിയത് കൊടുക്കില്ലെങ്കിൽ റൂമിലെടുത്ത് പോയിട്ട് വെക്കറു. ഇതിലെ ഫോട്ടോ എടുത്തിട്ട് പാപ്പ ഉസ്താദ് 400 രൂപയുടെ പ്ലേറ്റ് സെറ്റ് അരഗണ്ട പിടിക്കണം. ആയിട്ടാ നിക്കറു തെല്ലിപ്പറ ഈ പുതിയ അമ്പളക്ക് മാലിട്ട പോലെ ഈ ഒരു വലിയ ഗൗജിയാക്കിയിട്ട് 400 രൂപന്റെ പ്ലേറ്റിന്റെ സെറ്റ് ഒന്നായത് ഇത് കൊടുക്കുന്ന നിക്കണം. ഇല്ലെങ്കിൽ കൊടുക്കുന്ന നല്ല മര്യാദക്ക് കൊടുക്കണം. നല്ല ഐറ്റംസുകൾ ഇടനല്ല ലൈവിലെല്ലാം കാണുന്നല്ല. എല്ലാ ജമാഅത്തുകാർക്കുമായി എല്ലാവരും ഒരേ മാറ്റ്. അല്ലാഹുവേ നീ റഹ്മത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, നല്ലത് പറയാനും ചെയ്യുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന.
റസൂലുള്ളാഹിയെ പിൻപറ്റുന്ന ആളുകൾക്ക് റസൂലുള്ളാഹിയിൽ നല്ല ഉദാത്തമായ മാതൃകയുണ്ട്. തങ്ങളിലാണ് നല്ല മാതൃകയുള്ളത്. ആചാരങ്ങൾ പഠിക്കേണ്ടത് റസൂലുള്ളാഹിയിൽ നിന്നാണ്. രാവിലെ 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 അതിരാവിലെ ഉറക്കിൽ നിന്ന് ഉണരുന്നവരാകണം. രണ്ട് കൂട്ടർക്ക് അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആയുണ്ട്. ഒന്ന് ആരാന്നറിയോ? ഇശാ കഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്നുറങ്ങുന്നവരാ. ഇശാ കഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്നുറങ്ങുന്നവരോ അവർക്ക് അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആയുണ്ട്. ഫുട്ബോളിന്റെ പേര് പറഞ്ഞ്, ക്രിക്കറ്റിന്റെ പേര് പറഞ്ഞ്, ടൂർണമെന്റിന്റെ പേര് പറഞ്ഞ് പാതിരാ സമയം വരെ, നട്ടപ്പാതിരാ സമയം വരെ ക്രിക്കറ്റിന് വേണ്ടി, ഹറാമിന് വേണ്ടി, ഇവിടെ കളിക്കാൻ വേണ്ടി, ഹറാമുകൾക്ക് വേണ്ടി, പക്ഷി കളിക്കാൻ വേണ്ടി അവിടെയും ഇവിടെയും ഒരുമിച്ച് ഓടിയിട്ട് സമയം കളയുന്ന ചെറുപ്പക്കാരാ, രാത്രി ചാറ്റിങ്ങുകളിൽ കഴിയുന്നില്ലേ? വീഡിയോ കോളുകള്, ചാറ്റിങ്ങുകള്, ഹറാമിന്റെ കോളുകൾ, തിന്മകളിൽ അകപ്പെടുന്നില്ലയോ? ഇതെല്ലാം നീ ചെയ്യുകയാണോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിന്റെ ദുആ ഇല്ല. ഇശാ കഴിഞ്ഞിട്ട് കടന്നുറങ്ങിയവരാരോ? ഇശാ കഴിഞ്ഞ ഉടനെ രാത്രി കടന്നുറങ്ങുന്നവര് വല്ലാത്ത ആരോഗ്യമാണ്. നട്ടപ്പാതിര രാത്രിക്ക് മുമ്പ് ഉറങ്ങുന്നത് നല്ലതാണ്. പിന്നെയോ രാവിലെ സുബഹിക്ക് മുമ്പ് ഉറക്കിൽ നിന്ന് ഉണരുന്നവരാരോ അവർക്ക് അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആയുണ്ട്. ഇശാ കഴിഞ്ഞാൽ ഉടനെ ഉറങ്ങണം. സുബഹി ബാങ്കിന് മുമ്പ് ഉറക്കിൽ നിന്ന് ഉണരണം. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് രണ്ട് കൂട്ടരാകുന്ന മലക്കുകളുടെ ദുആയുണ്ട്. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമുക്ക് രണ്ട് ദുആ കിട്ടില്ല. നമുക്ക് രണ്ട് ദുആ ഉണ്ട്. ഒന്ന് ഇശാ കഴിഞ്ഞപ്പം ഉറങ്ങുക, പിന്നെ സുബൈക്ക് മുന്നല്ലേ എണീക്കുന്നത് അല്ലേ? രണ്ട് ദുആ കിട്ടുന്നു ഇല്ലേ? എന്താ കൊണ്ടുന്നില്ല? രണ്ടും കിട്ടില്ലേ ദുആ? രണ്ട് മലക്കിന്റെ ദുആ കിട്ടുന്നു. എന്തേ? ഇശാ കഴിഞ്ഞപ്പമേ ഉറങ്ങ കൊണ്ടുവന്ന സുബൈക്ക് മുന്നോലെ എണീക്കും കൊണ്ടു. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല ഉറക്കം, രാത്രി പാതിരാ വരെ 12 മണി വരെയുള്ള ഉറക്കാണ് നല്ല ഉറക്കം. പിന്നെ അതിന് കഴിഞ്ഞാലുള്ള ഉറക്ക് 12 മണി മുതൽ 3:30 വരെയുള്ള ഉറക്കാണ്. പിന്നത്തെ ഉറക്കൊന്നും അത്ര നല്ലതല്ല ആരോഗ്യത്തിന്. നല്ലത് ഇശാ കഴിഞ്ഞ ഉടനെ ഉറങ്ങലാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. നബി തങ്ങളിൽ ഉദാത്തമായ മാതൃകയുണ്ട്. നമുക്ക് എല്ലാത്തിലും മാതൃക കാട്ടി മുഹമ്മദുർ റസൂലുള്ളാഹ്. രാവിലെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ രാവിലെ തഹജ്ജുദിന്റെ സമയത്ത് നബി തങ്ങൾ നടക്കൽ പതിവുണ്ട്. റസൂലുള്ള വാക്കിങ്ങിന് പോകും അല്ലേ? റസൂലുള്ള നടക്കാൻ പോകും. എന്തിന്? ചെരുപ്പിട്ടിട്ട് റസൂലുള്ള നടന്നിട്ടുണ്ട്. ചെരുപ്പിടാതെയും റസൂലുള്ള നടന്നിട്ടുണ്ട്. മണ്ണിന് ചവിട്ടണം നമ്മൾ. നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ സുലഭമാകാൻ മണ്ണിൽ ചവിട്ടുന്നവരാകണം. മണ്ണ് അത്ഭുതമാണ്. മണ്ണിൽ ചവിട്ടണം. വീട്ടിന്റെ മുറ്റത്തേക്കെല്ലാം ഇന്റർലോക്കിട്ട് ചവിട്ടാനൊരിടല്ല. മക്കൾക്ക് കളിക്കാനൊരിടല്ല. മക്കള് മണ്ണിൽ കളിക്കേണ്ടവരാണ്, മണ്ണിൽ ചവിട്ടേണ്ടവരാണ്. ഈ മണ്ണിൽ നിന്ന് പടച്ചവനാണ് മനുഷ്യൻ. മനുഷ്യന്റെ ശരീരത്തിലുള്ള മോശങ്ങളാകുന്ന വൈറസുകളെ വലിച്ചെടുക്കാൻ കഴിവുണ്ട് ഈ മണ്ണിന്. ധാരാളം മണ്ണിൽ ചവിട്ടണം. ഇനി മണ്ണിൽ ചവിട്ടണ ചെരുപ്പിടാതെ പോയിട്ട് കാല് കാണി തറച്ചെങ്കിൽ നാളെ എണ്ണ ചാലാന്ന് കണ്ട് ജാഗ്രത ആക്കി. ആണി എന്തും ഇല്ലാത്ത ജാഗ്രത മണ്ണ് നടന്നെങ്കിൽ പ്രോബ്ലം ഇല്ല. മണ്ണിൽ ചവിട്ടുന്നത് നല്ലതാണ്. മക്കള് മണ്ണിൽ ചവിട്ടുന്നതും നല്ലതാണ്. വീട്ടിൻ മുറ്റത്തും മണ്ണ് ഉണ്ടാകൽ വളരെ നല്ലതാണ്. കാരണോ മണ്ണ് വളരെ അത്ഭുതമാണ്. മണ്ണിന്റെ പാത്രം വീട്ടിൽ ബറക്കത്താണ്. മണ്ണിന്റെ പാത്രത്തിന് എന്ത് തന്നെ എടാന്നാ മണ്ണര ചട്ടി അങ്ങനെയോ? മണ്ണിന്റെ പാത്രത്തിൽ അത് ഷോക്കേസിൽ വെക്കാനല്ല. പെണ്ണിങ് എടുക്കുക കണ്ടെന്നൊക്കെ കെട്ടിക്കെട്ടി ചന്തുണ്ട്, ഭാര്യ ചന്തുണ്ട്. ആ പാടെ ശരിയ പാടെ എന്തിന് ഷോക്കേസിൽ വെച്ചിട്ട് സ്റ്റേറ്റസിൽ എടുക്കും. വേറെന്തോ നിയത്തേ ഇല്ല, ഒരു നിയത്തും ഇല്ല. നിസ്കരിക്കുന്ന ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന്
അല്ലാഹുവേ നീ ബോധം നൽകണേ അല്ലാഹ്. മണ്ണിന്റെ പാത്രത്തിൽ ഭക്ഷണമുണ്ടാക്കിയാൽ ഭക്ഷണത്തിന്റെ പോയ്സൺ വിഷാംശങ്ങള് വലിച്ചെടുക്കാൻ കഴിവുള്ള പാത്രമാണ് മൺപാത്രങ്ങൾ. അതുകൊണ്ട് മണ്ണിന്റെ പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന നല്ലതാണ്. മണ്ണിന്റെ കുക്കർ വാങ്ങാൻ കിട്ടലുണ്ട് അല്ലെ? കുക്കറില്ല ഇപ്പൊ? മണ്ണിന്റെ കുക്കറുണ്ട്, പാത്രമുണ്ട്, എല്ലാം ഉണ്ട്. മണ്ണിന്റെ പാത്രം വളരെ നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, നമ്മുടെ എല്ലാ വിഷയത്തിനും നല്ലതാണ്. മണ്ണിൽ ചവിട്ടുന്നത് നല്ലതാണ്. നബി തങ്ങൾ രാവിലെ സുബഹിയുടെ മുമ്പോ സുബഹിക്ക് ശേഷമോ നബി തങ്ങൾ നടക്കുമായിരുന്നു, നബി തങ്ങൾ വാക്കിംഗ് ചെയ്യുമായിരുന്നു. ചെരുപ്പ് ധരിച്ചും പോകാറുണ്ട്. ഹദീസിൽ കാണാം ചെരുപ്പ് ധരിക്കാതെയും റസൂൽ നടക്കാറ് പതിവുണ്ട്. നടക്കൽ ഒരു മനുഷ്യന് ആവശ്യമാണ്. ധാരാളം നടക്കുന്നവരാകണം നമ്മൾ, നല്ലവണ്ണം കൈകാലുകൾ അനക്കുന്നവരാകണം. നമ്മുടെ ജീവിതത്തിന്റെ ആരോഗ്യത്തിന്റെ രഹസ്യമാണ്. നബി തങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. അതുപോലെ നബി തങ്ങൾ രാവിലെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ചിലപ്പോ കാരക്ക വെള്ളം ചൂടാക്കിയിട്ട് നബി തങ്ങൾ വെള്ളം കുടിക്കുമായിരുന്നു. ഈ തപ്പടമിട്ട വെള്ളം തിളപ്പിച്ചു കുടിക്കുമായിരുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും ഉച്ചക്കും എപ്പോഴും നബി തങ്ങൾ കഴിച്ചിരുന്ന ഭക്ഷണങ്ങൾ തണിഞ്ഞ ഭക്ഷണമാണ്, ചൂടില്ലാത്ത ഭക്ഷണമാണ്. ഫഇന്നൽ ഹാറ ലാ ബറകത ഫീ, ചുട്ടുപൊള്ളുന്ന ആഹാരത്തിൽ ബറക്കത്തില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. നല്ല ചൂട് അൽഫാം, ചൂട് ടിക്ക, പൊറോട്ട ചൂടില്ലെങ്കിൽ നമുക്ക് വേണ്ട അല്ലേ? റൊട്ടി ചൂടില്ലെങ്കിൽ നമുക്ക് വേണ്ട. എല്ലാം ചൂട്. ചായ ചൂടില്ലെങ്കിൽ വേണ്ട. നല്ല ഡബിളല്ല, ത്രിബിൾ ചൂട്. ഉസ്താദിന് ഡബിൾ ചൂടാ. ഡബിൾ ചൂട് ഏതിലും നല്ലതല്ല. ഫഇന്നൽ ഹാറ ലാ ബറകത ഫീ, അതിൽ ബറക്കത്തില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാള് പറഞ്ഞു വേറെ എന്ത് വേണമെങ്കിലും ചപ്പ എന്ത് തണിഞ്ഞെന്ത് ചപ്പേനാ? ഞങ്ങളുടെ നാട്ടിൽ മധുര ഷുഗർ ഇല്ലാത്തതിനാണ് ചപ്പയെന്ന് അറിയാം അല്ലേ? ഏതോ ആകട്ടെ ചപ്പ. ഉസ്താദ് ചായ ഒന്നും ചപ്പ കുടിക്കുക സാധ്യല്ല. അത് കോഫി ഒന്നും വെച്ച കിട്ടില്ലെങ്കിൽ കുടിച്ച പോലെ ആവില്ല. ഏറ്റവും നല്ലത് ലേശം ചൂട് കുറഞ്ഞിട്ടാണ് ഭക്ഷണം. വെള്ളവും ചിക്കനും മട്ടണും ഏതും ഇരിക്കട്ടെ, ചൂട് കുറഞ്ഞതാണ്. നബി തങ്ങൾ രാത്രിയുടെ കഞ്ഞി രാവിലെ ചൂടാക്കാതെ കുടിക്കലുണ്ട്. രാത്രി അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ വീട്ടിൽ ബാക്കിയുള്ള കഞ്ഞ് രാവിലെ മുത്തല്ലിമീങ്ങൾ രാത്രി കഴിച്ച് ബാക്കിയുള്ള കഞ്ഞ് രാവിലെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് റസൂലുള്ളാഹി കഴിച്ചത് ചരിത്രത്തിലുണ്ട്. രാവിലെ കഞ്ഞി കുടിക്കൽ സുന്നത്താണ്, നബി തങ്ങളുടെ ശരിയാണ്. രാവിലെ കഞ്ഞി ചൂടാക്കാതെ കുടിക്കൽ വെള്ളപ്പോക്ക് സംബന്ധമായ രോഗം, സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപ്പോക്ക് സംബന്ധമായ രോഗത്തിനുള്ള പരിഹാരമാണ് രാത്രിയുടെ കഞ്ഞി രാവിലെ ചൂടാക്കാതെ കുടിക്കുക എന്നുള്ളത്. എപ്പോഴും കഞ്ഞി ഒരു തവണ ചൂടാക്കിയത് രണ്ടാമത് ചൂടാക്കാതെ കഴിക്കലാണ് ഏറ്റവും ആരോഗ്യത്തിന് നല്ലത്. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ അല്ലാഹ്.